السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونصلي على رسوله الكريم. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് ഉടനെ പരിപൂർണമായും കബൂലാക്കുമാറാകട്ടെ. നിക്ഷേപം ഒരാമുഖം എന്ന തലക്കെട്ടിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചെല്ലാം പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമ്പം സമ്പത്തുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി നൽകേണ്ടതുണ്ട്. അതിലൊന്ന്, ആ സമ്പത്ത് എവിടെ നിന്ന് സമ്പാദിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തത്, ആ സമ്പത്തിനെ ഏത് വഴിയിൽ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ മറുപടിയിൽ ഹലാലിൻ്റെ വഴിയിലൂടെ സത്യസന്ധമായ രൂപത്തിൽ സമ്പാദിക്കുകയും നന്മയുടെ വഴികളിലായി ചെലവഴിക്കുകയും ചെയ്തു എന്നതാണ് എങ്കിൽ നമുക്ക് നൽകപ്പെടുന്ന സ്ഥാനം എന്താണ്? നമുക്ക് നൽകപ്പെടുന്ന സ്ഥാനം നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങളോടൊപ്പമായിരിക്കും. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, ഹലാൽ ശ്രദ്ധിക്കാതെ കളവും വഞ്ചനയൊക്കെ നടത്തി ഹറാമിൻ്റെ വഴിയിലൂടെ സമ്പത്ത് സമ്പാദിക്കുകയും തിന്മയുടെ വഴികളിലായി ചെലവഴിക്കുകയും ചെയ്തു എന്നതാണ് എങ്കിൽ നമുക്ക് നൽകപ്പെടുന്ന സ്ഥാനം ഫിർഔനിൻ്റെയും ഖാറൂനിൻ്റെയും ഹാമാനിൻ്റെയൊക്കെ കൂട്ടത്തിലായിരിക്കും. അതുകൊണ്ട് ഒന്നാമതായി സാമ്പത്തിക ശുദ്ധി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഈ സമ്പത്ത് ആരുടേതാണ്? ഈ സമ്പത്തിൻ്റെ ആത്യന്തികമായ ഉടമസ്ഥാവകാശം ആർക്കാണ്? നമ്മുടെ ധാരണ നമ്മുടേതാണ് എന്നുള്ളതാണ്. എൻ്റെ കഴിവ്, എൻ്റെ മിടുക്ക്, എൻ്റെ മെമ്മറി പവർ, എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റേതാണ് എന്ന ധാരണയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അള്ളാഹു പറയുന്നത് എന്താണ്? ലഹു മാഫി സമാവാതി വ മാഫിൽ അർദ്. ആകാശത്തിലുള്ളത്, ഭൂമിയിലുള്ളത്, ഭൂമിക്കിടയിലുള്ളത്, മണ്ണിൻ്റെ അടിയിലുള്ളത് എല്ലാം അത് അള്ളാഹുവിൻ്റേതാണ് എന്നുള്ളതാണ്. നമ്മളോ? നമ്മൾ അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ്. മനുഷ്യൻ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ്. ആ പ്രാതിനിധ്യ രൂപത്തിൽ തന്നെയാണ് സമ്പത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെലവഴിക്കാൻ വേണ്ടി പറഞ്ഞത്. അല്ലാഹു പറഞ്ഞല്ലോ, ആമിനു ബില്ലാഹി വ റസൂലി, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, റസൂലിൽ വിശ്വസിക്കണം. എന്നിട്ട് എന്താ പറഞ്ഞത്? വ അൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി, നിങ്ങളെ പ്രതിനിധികളാക്കിയ സമ്പത്തിൽ നിങ്ങൾ ചെലവഴിക്കണം എന്നതാണ് അല്ലാഹു പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രതിനിധികൾ മാത്രമാണ്. അപ്പോൾ സമ്പത്ത് സമ്പാദിക്കാൻ, നമുക്ക് സമ്പത്ത് സമ്പാദിക്കാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് ആ പ്രോത്സാഹനങ്ങൾ കാണാൻ സാധിക്കും. അല്ലാഹു പറഞ്ഞല്ലോ, ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫൻതശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാ. മറ്റൊരായത്തിൽ ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ എന്ന് അല്ലാഹു പറയാൻ. ഹദീസിൽ യതീമിൻ്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പം, മൻ വലിയ യതീമൻ, യതീമിൻ്റെ ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഫല്യത്തജിർ ഫീ മാലിഹി ഹത്താ ലാ തഅകുലഹു സദഖ, സദഖ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ആ സമ്പത്തിൽ കച്ചവടം ചെയ്തു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പം ഈ സമ്പത്ത് സമ്പാദിക്കാൻ ഇസ്ലാം പ്രോത്സാഹനം നൽകുമ്പം ചില നിർദ്ദേശങ്ങൾ നമുക്ക് മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. സമ്പാദനത്തിൻ്റെ വഴിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, സാമ്പത്തികമായ ഇടപാട് നടത്തുമ്പം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, അനർഹമായ രൂപത്തിൽ ധനം സമ്പാദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഏത് ഇടപാടുകളാകട്ടെ, ഇന്ന ഇടപാട് എന്നില്ല, ഏത് ഇടപാടാണെങ്കിലും അതിൽ അന്യനെ ആക്രമിക്കുന്ന, അനർഹമായ രൂപത്തിൽ ധനം സമ്പാദിക്കുന്ന ഒരു രീതി വരുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ ആ ഇടപാടിൻ്റെ നിയമം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അല്ലാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിൽ ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദിൻ മിൻകും. നിങ്ങൾ അനർഹമായ രൂപത്തിൽ ധനം സമ്പാദിക്കാൻ പാടില്ല. ഏത് രൂപത്തിലൂടെ അല്ലാതെ? ഇല്ല അൻ തകൂന തിജാറതൻ അൻ തറാദിൻ മിൻകും, നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ട് കൊണ്ട് നടത്തുന്ന കച്ചവടത്തിൻ്റെ രൂപത്തിലൂടെ അല്ലാതെ. എന്നിട്ട് അല്ലാഹു അവസാനം പറഞ്ഞു വെക്കുന്നത്, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ കൊല നടത്തരുത് എന്നുള്ളതാണ്. അപ്പം കൊലയെ നമ്മൾ വലിയ പാപമായി കാണുന്നു. പക്ഷേ എന്തുകൊണ്ട് അനർഹമായ രൂപത്തിൽ ധനം സമ്പാദിക്കുന്നത് വലിയ പാപമായി കാണുന്നില്ല എന്നാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി. അതുകൊണ്ട് ഒന്ന്,
അനർഹമായ രൂപത്തിൽ ധനം സമ്പാദിക്കാൻ പാടില്ല. എത്രത്തോളം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഒരാളെ നാണം കെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് നമ്മൾ ഒരു കാര്യം അവന് വിൽക്കുകയാണ്, അല്ലെങ്കിൽ അവനിൽ നിന്ന് വാങ്ങുകയാണ്, അത് അനർഹമായ രൂപത്തിലാണ് സമ്പാദനം. ഒരുപക്ഷെ വിൽക്കലും വാങ്ങലൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷേ ഏതടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇനി ഒരാളുടെ അവസ്ഥ നമ്മൾ ചൂഷണം ചെയ്യാൻ, എന്നിട്ട് നമ്മളൊരു കാര്യം വിൽക്കുകയും വാങ്ങുകയും ചെയ്യാൻ, ഇതും അനർഹമായ രൂപത്തിലുള്ള ധനം സമ്പാദനത്തിൻ്റെ രൂപമാണ് എന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്ന്, അനർഹമായ രൂപത്തിൽ ധനം സമ്പാദിക്കാൻ പാടില്ല. രണ്ടാമത്തേത്, ക്ലാരിറ്റി ഇല്ലാത്ത ഇടപാടുകൾ നടത്താൻ പാടില്ല. എന്ത് കിട്ടും, എത്ര കിട്ടും, ഏതിനത്തിലുള്ളത് കിട്ടും, ഇതൊക്കെയും വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇടപാട് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായി പറയുന്നത്. നബി തങ്ങൾ പറഞ്ഞല്ലോ, അപ്പം അജ്ഞതയും അനിശ്ചിതത്വ രൂപത്തിലുള്ള സ്വഭാവം വരുന്നതും അവ്യക്തമായ നിലയിലുള്ള ഇടപാടുകൾ നടത്താൻ പാടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ബൈഇൽ ഹസാതി വഅൻ ബൈഇൽ ഗറർ. ഹസാത്ത്, ഒരു കല്ല് എടുത്തെറിഞ്ഞ് അത് എവിടെ പോയി വീഴുമോ അത് വിൽക്കുക, അങ്ങനെയുള്ള ഇടപാടുകളും അതുപോലെ തന്നെ ഗററിന് സാധ്യതയുള്ള ഇടപാടുകളെയും നബി തങ്ങൾ നിരോധിച്ചു. എന്താണ് ഗറർ എന്ന് പറഞ്ഞാൽ? ഗറർ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ഒരുപാട് താരീഫുകൾ, ഡെഫിനിഷനുകൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതിൽ ഒന്ന്, മാക്കാന മസ്തൂറുൽ ആഖിബ, അതിൻ്റെ പര്യവസാനം എന്താകുമെന്ന് അറിയില്ല, അങ്ങനെയുള്ള ഇടപാടുകൾ നടത്താൻ പാടില്ല. ഈ ഹദീസ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ കിതാബുൽ ബൈഇൽ ഒന്നാമതായി കൊണ്ടുവന്ന ഹദീസാണ്. ഇതിൻ്റെ വിശദീകരണത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, വഅമ്മൻ നഹിയു അൻ ബൈഇൽ ഗറർ ഫഹുവ അസ്ലുൻ അലീമുൻ മിൻ ഉസൂലി കിതാബിൽ ബുയൂ. കിതാബുൽ ബൈഇൽ ഗററുള്ള ഇടപാടുകളെ നിരോധിച്ചുകൊണ്ടുള്ള ആ ഹദീസ് വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. വയദ്ഖുലു ഫീഹി മസായിലു കസീറ ഗൈറു മുൻഹസിറ. അന്ന് ആ കാലഘട്ടത്തിൽ നിലനിന്നിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ ഒരുപാട് മസ്അലകൾ ഈ ഹദീസിന്റെ കീഴിൽ വരുമെന്ന് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ രണ്ടാമത്തത് എന്താണ്? അനർഹമായ രൂപത്തിൽ അജ്ഞതയുള്ള, അതുപോലെ തന്നെ അനിശ്ചിതത്വമുള്ള, ക്ലാരിറ്റി ഇല്ലാത്ത ഇടപാടുകൾ നമ്മുടെ ഇടപാടിൽ, സാമ്പത്തിക ഇടപാടിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തത് പലിശ ഉണ്ടാകാൻ പാടില്ല. അത് കച്ചവട പലിശയാണെങ്കിലും അതുപോലെ തന്നെ കടപ്പലിശയാണെങ്കിലും. നബി തങ്ങൾ എന്താണ് കച്ചവട പലിശ? കച്ചവട പലിശ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൈമാറ്റം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസ്, നാണയം കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴും അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴും പാലിക്കേണ്ട ചില നിബന്ധനകൾ പറഞ്ഞുകൊണ്ടുള്ള ഹദീസുകളുണ്ട്. ആ കച്ചവട പലിശയാണെങ്കിലും അതുപോലെ തന്നെ കടപ്പലിശയാണെങ്കിലും നമ്മളെ ഇടപാടുകളിൽ ഉണ്ടാകാൻ പാടില്ല. നാലാമത്തത്, ചൂതാട്ട സ്വഭാവത്തിലുള്ള ഇടപാടുകൾ നടത്താൻ പാടില്ല. രണ്ടാളുകൾ പൈസ ഇറക്കുകയാണ്, ഭാഗ്യ പരീക്ഷണാർത്ഥത്തിലാണ് പൈസ ഇറക്കുന്നത്. ഒരാളുടെ നഷ്ടത്തിൽ നിന്ന് മറ്റൊരാൾ ലാഭം എടുക്കാൻ, ഒരാളുടെ നഷ്ടത്തിൽ നിന്ന് മറ്റൊരാൾ ലാഭം എടുക്കുന്ന നിലയിലുള്ള ഇടപാടുകളും പറ്റില്ല. അപ്പം സാമ്പത്തിക ഇടപാട് നടത്തുമ്പം ഈ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്നും കൂടെ പറയാം, ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയാം. ഒന്ന്, അനർഹമായ രൂപത്തിൽ ധനം സമ്പാദിക്കാൻ പാടില്ല. 2, ക്ലാരിറ്റി ഇല്ലാത്ത, അജ്ഞതയുള്ള, അനിശ്ചിതത്വമുള്ള ഇടപാടുകൾ നടത്താൻ പാടില്ല. മൂന്നാമത്തേത്, പലിശ ഇടപാടുകൾ, അത് കടപ്പലിശയാണെങ്കിലും കച്ചവട പലിശയാണെങ്കിലും. നാലാമത്തേത്, ചൂതാട്ട സ്വഭാവത്തിലുള്ള ഇടപാടുകൾ നടത്താൻ പാടില്ല. ഇതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ കാര്യം, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയുന്നുണ്ട്, ധനം സമ്പാദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, സമ്പത്ത് സമ്പാദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവരറിഞ്ഞിരിക്കേണ്ട 6 ഇടപാടുകളുണ്ട്. 6 ഇടപാടുകൾ ധനം സമ്പാദിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കണം. ഒരുപാട് ഇടപാടുകളുണ്ട്. പ്രധാനമായും ഈ 6 ഇടപാടുകളുടെ നിയമങ്ങൾ പഠിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ധനം സമ്പാദിക്കേണ്ടത്. ഒന്നാമത്തേത്, അടിസ്ഥാനപരമായി കച്ചവടത്തിൻ്റെ നിയമം അറിയുക എന്നുള്ളതാണ്. കച്ചവടത്തിൻ്റെ നിയമം എന്താണ്? അതിൽ പാലിക്കപ്പെടേണ്ട കാര്യങ്ങൾ എന്താണ്? ഒരു കാര്യത്തെ എപ്പോഴാണത് ബൈ ആയിട്ട് പരിഗണിക്കുക, ഇത് അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ കാര്യം, കച്ചവടത്തിൻ്റെ ഒരു ചെറിയ രൂപമായ മുൻകൂർ കച്ചവടമാണ്. അതിന് സ്ഥലമെന്ന് ഫിഖഹിൽ പറയും. അപ്പം ബൈഅിൻ്റെ നിയമം അറിഞ്ഞിരിക്കണം, സ്ഥലമിൻ്റെ നിയമം അറിഞ്ഞിരിക്കണം. മൂന്നാമത്തേത്, ഇജാറത്ത്, വാടകയ്ക്ക് പകരം ഒരു പ്രയോജനം, ഒരു മൻഫഅത്ത്, ഒരു വസ്തുവിൻ്റെ മൻഫഅത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സമയം അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുടെയോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വാടകയ്ക്ക് പകരം എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയമങ്ങളും ഇജാറത്തിൻ്റെ നിയമങ്ങളും അറിഞ്ഞിരിക്കണം. നാലാമത്തേത് ഖിറാദാണ്. ഖിറാദ് എന്ന് പറഞ്ഞാൽ ഒരാൾ പൈസ ഇറക്കുന്നു, മറ്റൊരാൾ പണിയെടുക്കുന്നു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദമായ രൂപങ്ങളിലേക്ക് വരാം. അഞ്ചാമത്തേത് ഷിർക്കത്താണ്.
ഷിർക്കത്തെന്ന് പറഞ്ഞാൽ ഖിറാദിൽ ഒരാൾ പൈസ ഇറക്കി മറ്റൊരാൾ പണിയെടുക്കുന്നു എന്നതാണ് എങ്കിൽ ഷിർക്കത്തിൽ എല്ലാവരും പൈസ ഇറക്കുന്നു, അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്തം. ഈ 5 അനുവദനീയമായ ഇടപാടുകളുടെ നിയമങ്ങളും അതിനോടൊപ്പം നമ്മൾ ആദ്യം സൂചിപ്പിച്ച പലിശയുടെ ഇടപാടുകളും ധനം സമ്പാദിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കണമെന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് സംഘം ചേർന്ന് നടത്തുന്ന ഇടപാട്, ഈ 6 ഇടപാടുകളിൽ സംഘം ചേർന്ന് നടത്തുന്ന ഇടപാടുകൾ ആകെ 2 ഇടപാടുകളേ ഉള്ളൂ. ഒന്ന് ഖിറാദാണ്, രണ്ടാമത്തത് ഷിർക്കത്താണ്. അതല്ലാത്തതൊക്കെയും ഒറ്റയ്ക്ക് നടത്തുന്നതിൽ ബൈഉം സലമും ഇജാറത്തൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകും. പക്ഷേ സംഘം ചേർന്ന് നടത്തുന്ന ഇടപാട് 2 ഇടപാടാണ്. ഒന്ന് ഖിറാദാണ്, രണ്ടാമത്തത് ഷിർക്കത്താണ്. എന്താണ് ഖിറാദിന്റെ രൂപം? ഒരാൾ പൈസ ഇറക്കുന്നു, മറ്റൊരാൾ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ പൈസ ഇറക്കുന്നു, ഒരാൾ ജോലി ചെയ്യുന്നു. ഈ ഇടപാടിന് പറയുന്ന പേര് ഖിറാദ് എന്നുള്ളതാണ്. ആധുനികരായ ഫുഖഹാക്കൾ അതിന് മുദാറബ എന്ന് പറയും. ഖിറാദ് എന്നും മുദാറബ എന്നും ഈ ഇടപാടിന് നമുക്ക് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ലാഭം എങ്ങനെ? ലാഭം അവർ നിശ്ചയിച്ച ശതമാന കണക്കിലായിരിക്കും. ലാഭം കിട്ടിക്കഴിഞ്ഞാൽ 50% എന്നാണ് പറഞ്ഞത് എങ്കിൽ ആ നിലയിൽ വീതിച്ചെടുക്കപ്പെടും. ഇനി 40% ഒരാൾക്ക്, 60% ഒരാൾക്ക് എന്നാണ് പറഞ്ഞത് എങ്കിൽ ആ നിലയിൽ എന്ത് ചെയ്യും? വീതിച്ചെടുക്കുന്ന 1 ലക്ഷം മുടക്കി കച്ചവടം നടത്തി ലാഭം കിട്ടി, 50% ആണെന്ന് പറഞ്ഞാൽ 50% എടുക്കും. 40% എന്ന് പറഞ്ഞാൽ 40% ഒരാൾക്ക്, അതുപോലെ തന്നെ 60% മറ്റൊരാൾ എന്ന നിലയിൽ അവർ തീരുമാനിച്ച ശതമാന കണക്കിൽ എടുക്കുന്നതാണ്. ഇനി നഷ്ടം സംഭവിച്ചാലോ? ഖിറാദിൽ നഷ്ടം സംഭവിച്ച, അഥവാ മുദാറബയിൽ ആധുനികരായ ഫുഖഹാക്കൾ മുദാറബ എന്ന് പറയുന്ന ആ ഇടപാടിൽ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ പൈസ ഇറക്കിയവന് അവൻ്റെ പൈസ നഷ്ടം, പണിയെടുത്തവന് അവൻ്റെ അധ്വാനം നഷ്ടം. ഇതാണ് ഖിറാദിൻ്റെ രൂപം. എന്നാൽ ഷിർക്കത്തിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ എല്ലാവരും പൈസ അടക്കുകയാണ്. എങ്ങനെയാണ്? വഹിയ അയ്യശ്തരിക ഇസ്നാനി ഫീ മാലിൻ ലഹുമാ അലാ അയ്യതജിറാ ഫീഹി അലാ അന്ന റിബ്ഹ വൽ ഖുസ്റാന അലാ ഖദ്രിൽ മാലൈൻ. അതാണ് ഷിർക്കത്തിൻ്റെ രൂപം. ഷിർക്കത്തിൽ എല്ലാവരും പൈസ ഇറക്കുന്നു, എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്തം. ലാഭവും നഷ്ടവും വീതം വെക്കേണ്ടത് അവർ മുടക്കിയ പൈസ നോക്കിയിട്ടായിരിക്കും. ഷിർക്കത്തിൽ എങ്ങനെയാണ് ലാഭനഷ്ടം വീതിക്കുക? അവർ ഇറക്കിയ പൈസ നോക്കിയിട്ടായിരിക്കും ലാഭവും നഷ്ടം. അപ്പം ഒരേ വിഹിതമാണോ പൈസ ഇറക്കിയത്? 5 ലക്ഷമാണ് എങ്കിൽ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ 5 ലക്ഷത്തിൻ്റെ എത്രയാണോ തീരുമാനിച്ചത് അതനുസരിച്ച് വീതിക്കപ്പെടുന്നതാണ്. ഇനി നഷ്ടം സംഭവിച്ചാലോ? നഷ്ടവും ഒരുപോലെ. ഇനി വെവ്വേറെ നിലയിൽ വ്യത്യസ്ത വിഹിതങ്ങളാണോ ഇറക്കിയത് എങ്കിൽ ആ നിലയിലായിരിക്കും എന്ത് ചെയ്യുക? ലാഭവും നഷ്ടവും ഒക്കെ വീതം വയ്ക്കുക. അപ്പം സംഘം ചേർന്ന് നടത്തുന്ന 2 ഇടപാടുകളേ ഉള്ളൂ. അപ്പം അധിക ആളുകളും ഇതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, നിക്ഷേപങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ഒന്ന് ഖിറാദിൻ്റെ രൂപമാണ്, രണ്ടാമത്തേത് ഷിർക്കത്തിൻ്റെ രൂപമാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു ബിസിനസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ് ഇനി സൂചിപ്പിക്കാൻ പോകുന്നത്. ഒന്ന്, ബിസിനസ് ഹലാലായിരിക്കണം എന്നുള്ളതാണ്. അപ്പം ബിസിനസ് ഹലാലായിരിക്കണം എന്ന് പറഞ്ഞാൽ നിക്ഷേപിക്കുമ്പം ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബിസിനസ് ഹലാലായിരിക്കണം. അപ്പം ബിസിനസ് ഹലാലായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചില ആളുകൾക്കെങ്കിലും ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്, ആ കമ്പനിയുടെ കച്ചവടം ഹലാലാവുക എന്നുള്ളതാണ്. അപ്പം ആ കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന വസ്തുക്കൾ, പ്രൊഡക്റ്റുകൾ ഹലാലായതായിരിക്കണം. ഹറാമായതാണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നതാണ്, അത് മാത്രമാണ് എന്നാണ് നമ്മൾ ചില ആൾക്കാർക്കെങ്കിലും വിചാരം. എല്ലാവരും ഇത് നോക്കും. അപ്പം മദ്യം വിൽക്കുന്ന ഒരു കമ്പനിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഏത് ഹറാമിൻ്റെ ഉൽപ്പന്നങ്ങളാണെങ്കിലും. പക്ഷെ അതുമാത്രമല്ല എന്ത് ബിസിനസ് ഹലാലാവുക എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം, ബിസിനസ് ഹലാലാവുക എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഇടപാടുകൾ ഹലാലായിരിക്കണം. ആ കമ്പനിയുടെ ഇടപാടുകൾ ഹലാലായിരിക്കണം. കമ്പനിയുടെ ഇടപാടുകൾ ഹലാലല്ല എങ്കിൽ, ഹറാമായ ഇടപാടുകൾ നടത്തുന്ന, പലിശ ഇടപാടുകൾ നടത്തുന്ന കമ്പനിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ വിഷയം പറയുമ്പം കമ്പനിയുടെ ഇടപാടുകൾ ഹലാലായിരിക്കണം എന്ന് പറയുമ്പം ചില കമ്പനികളുടെ വരുമാനം ഹലാലും ഹറാമും മിക്സഡ് ആണ് എങ്കിൽ എന്ത് ചെയ്യും? ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, നിക്ഷേപിക്കുമ്പം ചില കമ്പനികളുടെ വരുമാനം, അതിൻ്റെ ഇൻകം എന്തായിരിക്കും? ഹലാലും ഹറാമും ഉണ്ടാകും. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പം വേൾഡ് ഫിഖ് അക്കാഡമികളിലൊക്കെയും പല തീരുമാനങ്ങളിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് 5% വരെ ആ കമ്പനിയുടെ ഇൻകം ഹറാമാണ് എങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. 5%, ചിലർ പറഞ്ഞു 3%,
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അതും പറ്റൂല. അതാണ് സൂക്ഷ്മതയുടെ ഭാഗം, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട ഭാഗം. അപ്പം കമ്പനിയുടെ ഇടപാടുകൾ അങ്ങനെ ലാഭം കിട്ടിക്കഴിഞ്ഞാലോ, ഈ 5% വരെ ഹറാമായ ഇടപാടുകൾ നടത്തുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ, ആ പണ്ഡിതന്മാർ ഫിഖ് അക്കാഡമിയുടെ തീരുമാനം എങ്ങനെയാണ്, ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ഈ ശതമാനത്തിനെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റിൽ നിന്ന് സദക്ക ചെയ്യുക. കാരണം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവടക്കാരോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സദക്ക കൊടുക്കണം, കാരണം അതിൽ വന്ന ഹറാമുകൾ അതിലൂടെ പരിഹരിക്കും എന്ന് പറഞ്ഞ ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒന്ന് നമ്മൾ പറഞ്ഞ ബിസിനസ് ഹലാലായിരിക്കണമെന്ന് പറഞ്ഞാൽ കച്ചവടം ഹലാലായിരിക്കുക. രണ്ടാമത്തേത് എന്താ, ആ കമ്പനിയുടെ ഇടപാടുകൾ ഹലാലായിരിക്കുക. ഹറാമും ഹലാലും മിക്സഡ് ആയിട്ടുള്ള ഇൻകമുള്ള ഒരു കമ്പനിയിലാണ് എങ്കിൽ സൂക്ഷ്മതയുടെ പക്ഷം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇനി ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ 5%, 3% ഹറാമുള്ള കമ്പനിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമില്ല. അതിൻ്റെ പേരിൽ ഒരു സദക്ക പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം ആ ശതമാനത്ത് കണക്കിൽ സദക്ക കൊടുത്തു വീട്ടുക എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേത് ബിസിനസ് ഹലാലായിരിക്കണമെന്ന് പറഞ്ഞാൽ എന്താ, ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ ഷിർക്കത്തിനും, അഥവാ എല്ലാവരും പൈസ ഇറക്കി പണിയെടുക്കുന്നതിനും ഒരാൾ പൈസ ഇറക്കി മറ്റൊരാൾ ജോലി ചെയ്യുന്നതിനും ഒരുപാട് നിബന്ധനകളും നിയമങ്ങളും ഫിഖ്ഹിൽ പറഞ്ഞിട്ടുണ്ട്. ആ നിയമങ്ങൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ ഈ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പ്രഥമമായിട്ട് നമുക്കൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഒരു കമ്പനിയിൽ നിക്ഷേപിക്കാം. അപ്പം നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ്. ബിസിനസ് ഹലാലാകണം എന്നതുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ. 1, കച്ചവടം ഹലാലാവുക. 2, ആ കമ്പനിയുടെ ഇടപാടുകൾ ഹലാലാവുക. 3, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ ഷിർക്കത്തിനും ഖിറാദിനും ഒക്കെ പറയപ്പെട്ട നിബന്ധനകളും നിയമങ്ങളും പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇനി പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങനെ ഒരു കമ്പനിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നിക്ഷേപിക്കും. അപ്പം റഅസുൽ മാൽ, മൂലധനം ഇറക്കുമ്പം ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ, അപ്പം മൂലധനം ഇറക്കുമ്പം പല കമ്പനികളിലും ക്യാപിറ്റലിന് ഗ്യാരണ്ടി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ക്യാപിറ്റലിന് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താ, ഉദാഹരണത്തിന് പറയുകയാണ്, നിങ്ങൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തോളൂ, 1 ലക്ഷം നിങ്ങൾ നിക്ഷേപിച്ചോളൂ, നിങ്ങൾക്ക് ഒരിക്കലും ആ 1 ലക്ഷം നഷ്ടം വരില്ല. അല്ലെങ്കിൽ പറയും, നിങ്ങൾ പല എഗ്രിമെൻ്റ് പേപ്പറുകളിൽ ഇപ്പം ട്രെൻഡായി വന്ന പല ബിസിനസ്സുകളിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും, എഗ്രിമെൻ്റ് പേപ്പറുകളിൽ എഴുതി വച്ചിരിക്കുന്നത് ഇത്ര മാസത്തിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളതിന് ഇത്ര മാസം മുമ്പ് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു നൽകുമെന്നുള്ളതാണ്. അപ്പം ഇടപാട് പാടുണ്ടോ, പാടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് പാടില്ല, ക്യാപിറ്റലിന് ഗ്യാരണ്ടി നൽകുന്നതിൽ പാടില്ല എന്ന് പറഞ്ഞാൽ ആ ഷിർക്കത്തിൻ്റെ സ്വഭാവം തന്നെ മാറി. ഷിർക്കത്തെന്ന് പറഞ്ഞാൽ അലാ അന്ന റിബ്ഹ വൽ ഖുസ്റാന അലാ ഖദിൽ മാലൈൻ, നഷ്ടത്തിൽ പങ്കാളിത്തം വരില്ല. ക്യാപിറ്റലിന് ഗ്യാരണ്ടി നൽകിയാൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന അത് ഒരിക്കലും നഷ്ടം വരില്ല എന്ന് പറഞ്ഞാൽ എന്തിൽ പങ്കാളിത്തമില്ല, അതിൽ നഷ്ടത്തിൽ പങ്കാളിത്തമില്ല എന്നതാണ്. അപ്പം ഖിറാദിൻ്റെ എന്താ രൂപം പറഞ്ഞത്, ഒരാൾ പൈസ ഇറക്കുന്നു, മറ്റൊരാൾ പണിയെടുക്കുന്നു. നഷ്ടം വന്നപ്പം പണിയെടുത്ത ആളോട് പറയാണ്, പൈസ ഇറക്കിയ ആൾ പറയാം, ഞാൻ നഷ്ടം സഹിക്കാൻ തയ്യാറല്ല, എൻ്റെ പൈസ അതേപോലെ കിട്ടണമെന്ന് പറഞ്ഞാൽ ശരിയാവൂല. ഇനി എല്ലാവരും പൈസ ഇറക്കിയിട്ടാണ് എങ്കിൽ ഒരാളോട് പറയാം, അല്ലെങ്കിൽ ഒരാൾ പറയുന്നു എനിക്കെൻ്റെ പൈസ തിരിച്ചു കിട്ടണം, അത് പറ്റൂല. നഷ്ടവും ലാഭവും എന്ത് ചെയ്യണം, ലാഭം പ്രതീക്ഷിക്കുന്നുണ്ടോ, നഷ്ടം സഹിക്കാൻ തയ്യാറാകണം. കൊടുത്ത പൈസ അങ്ങനെ തന്നെ തിരിച്ചു കിട്ടണോ, കടം കൊടുത്താൽ മതി, എന്ത് ചെയ്യൂല, ലാഭം പ്രതീക്ഷിക്കാതെ എന്ത് ചെയ്താൽ മതി, കടം കൊടുത്താൽ മതി എന്ന് പണ്ഡിതന്മാർ വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം 1 ബിസിനസ് ഹലാലാകണമെന്ന് പറഞ്ഞു. രണ്ടാമത്തേത് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ഗ്യാരണ്ടി ഒരിക്കലും നൽകാൻ പാടില്ല എന്നതുമായി ബന്ധപ്പെട്ടും പറഞ്ഞു. മൂന്നാമത്തെ കാര്യം പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പ്രോഫിറ്റിനെ കുറിച്ച് പറഞ്ഞത് അയ്യകൂന റിബ്ഹു മഅലൂമൻ, റിബ്ഹ് മഅലൂമാകണം എന്നുള്ളതാണ്. എങ്ങനെയാണ് റിബ്ഹ് മഅലൂമാകേണ്ടത്, കച്ചവടം ചെയ്തു കഴിഞ്ഞ് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര ശതമാനം എന്ന നിലയിൽ ലാഭം എന്തായിരിക്കണം, 10% അല്ലെങ്കിൽ 5% അല്ലെങ്കിൽ 50%, 60% എന്ന നിലയിൽ ഫിക്സഡ് ആയിരിക്കണം കച്ചവടത്തിന് മുമ്പ്. അപ്പം അങ്ങനെയല്ലാത്ത ഇടപാട്, ഫിക്സഡ് റിബ്ഹ് മഅലൂമാകാത്ത ഇടപാടുകൾ പാടില്ല എന്നുള്ളതാണ്. അപ്പം പ്രോഫിറ്റ് ഫിക്സഡുകൾ ലാഭങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് നിങ്ങൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തോ, നിങ്ങൾക്ക് എല്ലാ മാസവും 1500 രൂപ ലാഭമായിട്ട് നിങ്ങൾക്ക് നൽകും. ഇതൊരു ചില ആൾക്കാർ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ എന്നാലും നമ്മളെ പോലെ പഠിച്ച ആളുകൾ ഇതുപോലെയുള്ളതിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോലും ചില ആൾക്കാർ പറയാം 1600 മുതൽ 700 വരെയുള്ള ഒരു ലാഭം നിങ്ങൾക്ക് എല്ലാ മാസവും. എന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യം? റിബ്ഹ് മഅലൂമായി കഴിഞ്ഞാൽ, ലാഭം കിട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ശതമാനക്കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ
ഓൾറെഡി എത്രയാണ് കിട്ടുമെന്ന് നമുക്ക് അറിയാം. ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര കിട്ടും. ഈ 600-ൻ്റെയും 700-ൻ്റെയും ഇടയിൽ പറയുന്നതും അതുപോലെ തന്നെ ഒരു തുകയിൽ തന്നെ ഉറപ്പിക്കുന്നതും ശരിയായ കാര്യമല്ല. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ലാ യസിഹുൽ അഖ്ദു ഇദാ കാന റിബ്ഹുൽ മശ്റൂതു ലി അഹദിഹിമാ ഖദറൻ മുഅയ്യനൻ ബിൽ അദദ്. അത് പാടില്ല എന്നുള്ളതാണ്. ഇപ്പം ഈ രൂപത്തിൽ പ്രോഫിറ്റ് എന്താകും? ഫിക്സ്ഡ് പ്രോഫിറ്റായി മാറും. രണ്ടാമത്തേത് പ്രോഫിറ്റ് ഫിക്സ്ഡ് ആകുന്നത് എങ്ങനെയാണ്? പ്രോഫിറ്റ് ഫിക്സ്ഡ് ആകുന്നതിൻ്റെ മറ്റൊരു രൂപം നിക്ഷേപത്തിൻ്റെ ഇത്ര ശതമാനം ലാഭം നൽകാമെന്ന് പറയാം. ഇപ്പോൾ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 1,00,000-ൻ്റെ 10% നിങ്ങൾക്ക് ലാഭമായി നൽകാമെന്ന് പറഞ്ഞാലും പ്രോഫിറ്റ് ഫിക്സ്ഡ് ആണ്. ഉദാഹരണത്തിന് 1,00,000-ൻ്റെ 10% എത്രയാണ്? 10,000 രൂപ ഫിക്സ്ഡ് ആയി കഴിഞ്ഞു. അപ്പം ഈ 2 രൂപവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പം ആദ്യം ബിസിനസ് ഹലാലാണോ എന്ന് പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. രണ്ടാമത് നമ്മൾ കൊണ്ടുപോയിട്ട് ഇറക്കാൻ, നമ്മൾ കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കുമ്പം ഈ പൈസയ്ക്ക് ഗ്യാരണ്ടി നൽകുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതും പാടില്ലാത്തതാണ്. മൂന്നാമത്തത് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടതാണ്. പ്രോഫിറ്റ് മാലൂമാകണമെന്ന് പറഞ്ഞാൽ എങ്ങനെ മാലൂമാകണം? ഫിക്സ്ഡ് പ്രോഫിറ്റ് ആകാൻ പാടില്ല. എങ്ങനെ ഫിക്സ്ഡ് പ്രോഫിറ്റ് ആകും? 1,500 എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് പ്രോഫിറ്റാണ്. അല്ല എങ്കിൽ ഈ പ്രോഫിറ്റ് ഫിക്സ്ഡ് ആകുന്നത് നിക്ഷേപത്തിൻ്റെ 1,00,000-ൻ്റെ അല്ലെങ്കിൽ 5,00,000-ൻ്റെ ഇത്ര ശതമാനം എന്ന് പറഞ്ഞാലും ഫിക്സ്ഡ് ആകുന്നത്. എന്താ സംഭവിക്കാം? ഇപ്പം 1,00,000-ൻ്റെ 10% ലാഭം നൽകാമെന്ന് പറഞ്ഞ ആൾക്ക് എന്താ സംഭവിക്കുക? ഇപ്പം 20,000 രൂപ ലാഭം, 10,000 രൂപ ലാഭം കിട്ടുക. 20,000 രൂപ കിട്ടേണ്ട ഒരു സാഹചര്യം വന്നാൽ ഇവന് 10,000 കിട്ടത്തുള്ളൂ. ഇനി 10,000 ലാഭം കിട്ടിയാൽ സംരംഭകന് ഒന്നും കിട്ടാതെ വരും. ചില സമയത്ത് 10,000 കിട്ടൂല. ആ സമയത്ത് എന്ത് ചെയ്യും? ഈ സംരംഭകൻ പുറത്തുനിന്ന് എടുത്ത് കൊടുക്കേണ്ടതായി വരും. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇതാണ് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. മറ്റൊരു കാര്യം, ഇങ്ങനെ പിരിഞ്ഞു പോകാൻ പാടില്ല എന്ന് പല കമ്പനികളുടെ നിബന്ധനകൾ കാണാൻ സാധിക്കും. ഒരിക്കലും 1 വർഷം വരെ നിൽക്കണം, 2 വർഷം വരെ നിൽക്കണം എന്ന് പറയുന്ന കമ്പനികൾ കാണാം. അത് ശിർക്കത്തിനെതിരാണ്. ആ ശിർക്കത്തിൻ്റെ നിയമത്തിനെതിരാണ്. ശിർക്കത്ത് എന്ന് പറഞ്ഞാൽ അഖ്ദെ ജായിസാണ്. അഖ്ദെ ജായിസ് എന്ന് പറഞ്ഞാൽ 2 നിലയിലുള്ള അഖ്ദുകളുണ്ട്. ഒന്ന് അഖ്ദെ ജായിസാണ്, 2 അഖ്ദെ ലാസിമാണ്. അഖ്ദെ ജായിസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വേണമെങ്കിലും നമുക്ക് ഒഴിഞ്ഞു പോകാം, മറ്റൊരാൾ അനുവാദമില്ലാതെ ഒഴിഞ്ഞു പോകാവുന്നതിനാണ് അഖ്ദെ ജായിസ് എന്ന് പറയുക. മറ്റൊരാൾ അനുവാദമില്ലാതെ ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത അഖ്ദിന് അഖ്ദെ ലാസിം എന്നാണ് പറയുക. ശിർക്കത്ത് അഖ്ദെ ജായിസാണ്. അപ്പോൾ ഒരാൾ പറയാം, നിങ്ങൾക്ക് 1 വർഷം വരെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞിട്ട് ഈ കച്ചവടം മുമ്പോട്ട് പോകൂല എന്ന് പറയുന്നവൻ്റെ അടുത്ത് അവിടെ നിൽക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടപ്പുള്ള കാര്യമല്ല. അപ്പോൾ അവനിക്ക് ഒഴിഞ്ഞു പോകാനുള്ള അവകാശം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇനി ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇനി ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. അങ്ങനെ നഷ്ടങ്ങൾ സംഭവിക്കുമെന്നുണ്ട് എങ്കിൽ അൽ ഉഖൂദുൽ ജായിസായ എപ്പോൾ വേണമെങ്കിലും ഫസ്ഖ് ചെയ്യാൻ പറ്റുന്ന ആ ഇടപാടുകൾ ചില സന്ദർഭങ്ങളിൽ അഖ്ദെ ലാസിമായിട്ട് മാറും. ഏത് സന്ദർഭമാണ്? ഇമാം സക്കരീൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഇബാറത്തിൽ ഇങ്ങനെ കാണാം, അൽ ഉഖൂദുൽ ജായിസ ഇദ ഖദാ ഫസ്ഖുഹാ ദററൻ അലൽ ആഖർ ഇംതനഅ വസാറത് ലാസിമതൻ. അഥവാ ഇവൻ ഒഴിഞ്ഞു പോകുന്നതിൽ വലിയ പ്രയാസവും വലിയ നഷ്ടങ്ങളും ഉണ്ടാകുമെന്നുണ്ട് എങ്കിൽ അവൻ ഒഴിഞ്ഞു പോകുമ്പം എന്ത് ചെയ്യണം? അനുവാദം ചോദിക്കണമെന്ന് നിബന്ധന വെക്കുകയും ആ ശിർക്കത്ത് അഖ്ദെ ലാസിമായിട്ട് മാറുകയും ചെയ്യുമെന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഇൻവെസ്റ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇനി പിരിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ എത്രയാണോ കൊടുത്തത് അത് കൊടുത്തിട്ട് പറഞ്ഞയക്കലല്ല ചെയ്യുക. മറിച്ച് അന്ന് ആ ഷെയറിൻ്റെ വില കൂടിയിട്ടുണ്ട് എങ്കിൽ അന്നത്തെ മൂല്യം കണക്കാക്കിയിട്ടാണ് അവന് പറഞ്ഞയക്കേണ്ടത്. രണ്ടാമത്തെ വിഷയം, ചില വലിയ സംരംഭകർക്ക് ചിലപ്പം മറ്റു പല കാര്യങ്ങൾക്കും പൈസ ആവശ്യമായിട്ട് വരും. ഉദാഹരണത്തിന് അവർക്ക് വീട് വെക്കാൻ പൈസ ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു കാർ എടുക്കാൻ പൈസ ആവശ്യമാണ്, അല്ലെങ്കിൽ മകളുടെ കല്യാണത്തിന് പൈസ ആവശ്യമായിട്ട് വരും. അപ്പം പറയും, നിങ്ങളൊരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ലാഭമെന്ന നിലയിൽ എല്ലാ മാസവും നിങ്ങൾക്ക് കുറച്ച് ഇന്ന ശതമാനം, ഇത്ര ശതമാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടപാട് നടത്തുന്ന ഇടപാട് അനുവദനീയമല്ല. കാരണം കച്ചവടം എന്ന് പറയുമ്പോൾ, ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പം എത്ര ലാഭം കിട്ടും, എത്ര നഷ്ടം കിട്ടും, ലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെയും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പം വീട് പണിയാൻ വാങ്ങിയവൻ ഏത് കണക്കാണ് ബോധിപ്പിക്കുക? കാറ് വാങ്ങാൻ പൈസ വാങ്ങിയവൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പം ഏത് നഷ്ടവും ലാഭമാണ് അവർക്ക് കാണിക്കുക. അപ്പോൾ അത് വാങ്ങുന്നത് തന്നെ അതിനല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇൻവെസ്റ്റ് ചെയ്യുമ്പം, നിക്ഷേപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ്. ഈ അടിസ്ഥാന കാര്യങ്ങൾ
അടിസ്ഥാന കാര്യങ്ങൾ നമ്മളിൽപ്പെട്ട പലർക്കും അറിയില്ല എന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ഉമ്മത്തെല്ലാം ഇതിലാണ്. അപ്പോൾ ഒന്ന് നമ്മൾ സൂചിപ്പിച്ചത്, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പം ബിസിനസ് ഹലാലായിരിക്കണം. ബിസിനസ് ഹലാലായിരിക്കണമെന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, കച്ചവടം ഹലാലാവുക എന്നുള്ളതാണ്. 2, ആ കമ്പനിയുടെ ഇടപാടുകൾ ഹലാലാവുക എന്നുള്ളതാണ്. 3-മത്തത്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ ഷെയറിനും പറയപ്പെട്ട നിയമങ്ങളൊക്കെയും പാലിക്കണം. 2-മത്തത്, ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു, ക്യാപിറ്റലിന് ഗ്യാരണ്ടി നൽകാൻ പാടില്ല. 3, പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട് പ്രോഫിറ്റ് മാലൂമാകണം, മാലൂമാകാതിരിക്കാൻ പാടില്ല. മാലൂമാകുക എന്ന് പറഞ്ഞാൽ എങ്ങനെ മാലൂമാകും? ഫിക്സ്ഡ് പ്രോഫിറ്റ് പാടില്ല. ഫിക്സ്ഡ് പ്രോഫിറ്റ് എങ്ങനെയെല്ലാം പ്രോഫിറ്റ് ഫിക്സ്ഡ് ആകുമെന്നും നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് നിക്ഷേപം സ്വീകരിക്കുന്ന ആളുകളും നിക്ഷേപിക്കുന്ന ആളുകളൊക്കെയും മനസ്സിലാക്കേണ്ട, അറിയേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിനെ ഹലാലായ രൂപത്തിൽ സമ്പാദിക്കാനും ഹലാലിൻ്റെ വഴിയിൽ ചെലവഴിക്കാനും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.